സാർ ഓട്ടോ നോക്കുകയാണോ? അതെ. ഓട്ടോ സ്റ്റാൻഡ് എവിടെയാണ്? ഓട്ടോ സ്റ്റാൻഡ് കുറച്ച് ദൂരാ. സാറിന് എങ്ങോട്ടാ പോണ്ടേ? എയർപോർട്ട് വരെ പോണമായിരുന്നു. സ്റ്റാൻഡിൽ പോയാലേ 800-900 കൊടുക്കേണ്ടി വരും. ആ കാണുന്ന എൻ്റെ വണ്ടിയാണ്. സാർ എനിക്കൊരു 600 റുപ്യ തന്നാ സാറ് വരികയാണെങ്കിൽ ആ വണ്ടി കയറും. വേഗം വരി, വേഗം പോവാം. എനിക്ക് യൂണിഫോം ഒന്നും ഇല്ലല്ലോ. യൂണിഫോം വണ്ടിയിലുണ്ട്. സാറ് വരി വരി. സുരേട്ടാ നടക്കി നടക്കി. ഹസ ഈ അങ്ങോട്ട് ഈ ഓർഡർ കൊളത്തി കൊണ്ടുപോണേ. ഇത് ഫോൺ ഓർഡർ. എന്ത് ഫോൺ ഓർഡർ? നിന്റെ ലോയക്കാരനായത്. ഹസ ഈ കൂടുതൽ ഡയലോഗ് അടിക്കൊന്നും വേണ്ട, ഞങ്ങളെല്ലാം കാണുന്നുണ്ട്, വീഡിയോയും പിടിച്ചിക്കണ്. എന്താ നിങ്ങളുടെ പ്രശ്നം? ഐ ഹാവ് ടു ഗോ ടു എയർപോർട്ട് ഇമ്മീഡിയറ്റ്ലി. കോഴിക്കോട്ടിലെ ഓട്ടോറിക്ഷക്കാരൊക്കെ നല്ല ആൾക്കാരാണെന്നല്ലേ കേട്ടിരിക്കുന്നത്. സാറ് കേട്ടൊക്കെ നേരം തന്നെ. കോഴിക്കോട് ഓട്ടോറിക്ഷക്കാർക്ക് ഡീസൻറ്റ് തന്നെയാണ്. പക്ഷെ ഇവനെ പോലത്തെ കുറേ എണ്ണമുണ്ട് അത് പറയിപ്പിക്കാനായിട്ട്. സാറേ, വൈകുന്നേരം രാത്രിയിലും മണിക്കൂറുകളോളം തള്ളി ഓട്ടോറിക്ഷ മുന്നിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ കിട്ടുന്നത് 60 റുപ്യ 80 റുപ്യൊക്കെയാണ്. അത് ഇവനെ പോലുള്ളവർ കൊത്തിക്കൊണ്ടുപോയാൽ ഞങ്ങൾ കുടുംബം എങ്ങനെ പോറ്റും? അതും ഇവനെ പോലത്തെ കരിങ്കാലികൾ തട്ടിയെടുക്കുമെന്ന് പറഞ്ഞാൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. സാറൊന്ന് ഞങ്ങളോട് സഹകരിക്കണം. എനിക്ക് എത്രയും പെട്ടെന്ന് എയർപോർട്ടിൽ എത്തിയാൽ മതി. നിങ്ങളുടെ പ്രശ്നമൊന്നും എനിക്കറിയണ്ട. സാറിന് പോകാനുള്ള വണ്ടി ലൈനിൽ റെഡിയാണ്. ആ സാറിന്റെ വണ്ടി ഒന്ന് കാണിച്ചോളൂ. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു സർ. സീ യു. അസ, എന്നോട് കുറേ പ്രാവശ്യം നമ്മൾ വാണിംഗ് എന്നാണ്. ഇനി ഞങ്ങളോട് മറ്റുള്ളവരുടെ കഫം തിന്നുന്നത് നിർത്തിക്കൂടെ ചെങ്ങയ്യെ? സുരേട്ടാ ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടെണ്ണം പൊട്ടിക്കേ വേണ്ട. അസ തുടരുത്. നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം നമുക്കില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ രാവിലെ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് ഒരു 2000 റുപ്യ അവനോട് കൊണ്ട് ഫൈൻ എടുപ്പിക്കും. എന്നാലും അവനൊക്കെ പഠിക്കും. വിട്ടോ 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 വിട്ടോ. നമുക്ക് ശരിയാക്കും. 1000-2000 ഒക്കെ അസ്സന് പുല്ലാണ്ട. നാളെ അന്റെ ഒക്കെ ലൈനിൽ വന്ന് കൊളത്തിയെടുക്കാൻ അസ്സൻ അറിയാം. അന്നെക്കാട്ടും വലിയൊരു വിചാരിച്ചിട്ട് അസ്സൻ ഒതുക്കാൻ കഴിഞ്ഞില്ല. ഓർഡർ അവിടെ. ഏട്ടാ ഇത് എരിഞ്ഞിപ്പാലത്തേക്ക് പോവോ? എരിഞ്ഞിപ്പാലത്തേക്ക് പോവോ? പോലെ കയറി. ആ എന്നാ കയറി. ബാബേട്ടാ, ചായ, ഒരു പൊരിച്ചത്തിരി, 2 മിനി ബിൽസ്. 20 റുപ്യക്കോ? ഇതോ ഉള്ളു ബാബേട്ടാ, ഉള്ളപ്പോ തരല്ലേ. എൻ്റെ കയ്യിൽ വേറെ പൈസ ഇല്ല. ഏടാ വരിന്നല്ലാതെ കള്ളോർഡർ എടുത്ത് പോണ. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാവം പേരാർക്കാരുടെ സ്ഥിതിയൊക്കെ എന്തായിരിക്കും? ഒരു പരിപാടി നടക്കണില്ലേ ബാബേട്ടാ. ആ ഒരു മജീദും കൂട്ടരും വന്നുള്ളോ. വീഡിയോ എടുക്കലും വിടലും. ഓനെന്റെ കണ്ണിന്റെ മുന്നിൽ കണ്ടാല് 2 കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. 4 പുളിച്ച തെറി ഞാൻ പറഞ്ഞു. മജീദല്ലേ വന്നിക്കണേ? ഈ എന്നെ നേരിട്ടാണ് പറഞ്ഞാളാ. എന്താ മജീദ്ക്ക, സുഖല്ലേ? കുറച്ച് കുറവാ ബാബട്ടാ. അസ്സ, ഇന്നും റെയിൽവേ ഓർഡർ കൊളുത്തിയ ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇല്ല മജീദ് ഖാൻ, ഞാൻ ആ പരിപാടി നിർത്താൻ പോവാ. ഒരു കാര്യം ഞാൻ എന്നോ പറഞ്ഞുതരാം.
എന്റെ കണ്ണിന്റെ മുമ്പിലിട്ട് ഈ ഓർഡർ കൊളുത്തി പോണത് കണ്ടാൽ കാലിന്റെ മുട്ട് ഞാൻ അടിച്ചു പൊട്ടിക്കും. അത് ഈ മനസ്സിലാക്കി. ഒന്നാര മജിദ്ക്ക, നിങ്ങളൊന്ന് വിശ്വസിക്കും. ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി. ഇന്നാ എനിക്ക് നല്ലത്. അല്ല, ഇതെന്ത് പറ്റി വരാൻക്ക? നിങ്ങൾ ഓടുന്നില്ലേ? എവിടെ ഓടാനാണ് മജീദേ? 1.5 മണിക്കൂർ വരിയിലിട്ടിട്ട് ആകെ 80 റുപ്യക്കാണ് ഓടിയത്. എവിടെ പോയാലും വരുമ്പോഴും ഓട്ടം കിട്ടുന്നില്ല. ഒരേക്കാണെങ്കിൽ പോവാനും തോന്നുന്നില്ല. ഈ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും മജീദേ? എന്ത് ചെയ്യാൻ? 4337 പെർമിറ്റുള്ള കോഴിക്കോട് സിറ്റിയില് ഇപ്പൊ 7500 ആയി. ഇത്രയും വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മളെ സിറ്റിയിലുണ്ടോ? അതൊക്കെ ശരി തന്നെ. ഞമ്മക്ക് ഇത് പണിയല്ലാണ്ട് വേറെ എന്ത് പണിയാണ് അറിയാം മോനെ? പ്രതികരണശേഷി നഷ്ടപ്പെട്ടു എന്ന് അധികാരികൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള ഓരോന്ന് വന്നുകൊണ്ടേ നിൽക്കും. പേടിയാണ് വിരാൻക, പ്രതികരിക്കാനുള്ള പേടി. ഇത് അധികാരികൾക്കും അറിയാം. പിന്നെ നമ്മൾ ഡ്രൈവർമാർ തമ്മിലുള്ള ഐക്യമില്ലായ്മ, അതാണ് എല്ലാ പ്രശ്നവും. അത് ഈ പറയുന്നത് സത്യമാണ് മോനെ. എന്നാ ഞാൻ വരുന്നു. ശരി. കൈയെടുക്കടാ. എടുത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ? ഷൈജോ, എന്നെ 2-3 ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. ഈ രാവും പകലും ഇങ്ങനെ ഓട്ടാണല്ലോ. എന്താ എനിക്ക് ഇത്ര ചെലവ്? ഈ കല്യാണം പോലും കഴിച്ചില്ലല്ലോ. വണ്ടിന്റെ വാടക കൊടുത്തില്ല അജിത്ക. വണ്ടിന്റെ വാടകയും വീടിന്റെ വാടകയൊക്കെ നമ്മളതൊക്കെ പെൻഡിങ്ങാ. നിന്റെ മാത്രമൊന്നുമല്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ കുടുംബത്തിന് മാത്രമല്ല നഷ്ടങ്ങൾ വരിക. ഒന്നറിയാത്ത പാവങ്ങളുടെ ജീവനാ പോവാ. അതെന്തായി മനസ്സിലാക്കാത്തത്? ജിമുണ്ടല്ലേ? എന്താ മോനെ ഷൈജു, നിനക്കായ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്. എന്താണെങ്കിലും ജി നമ്മളോട് പറയേ. പറയാറ് കേട്ടോ. ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചു. വളരെ കഷ്ടപ്പെട്ടിട്ടാ എൻ്റെ അമ്മ അനിയത്തിയും എന്നെയൊക്കെ വളർത്തിയെടുത്ത്. ഇപ്പോൾ അമ്മയ്ക്ക് വയ്യാതായി കിടപ്പില്ല. കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും ഞാൻ അവരെ അറിയിക്കാറില്ല. എല്ലാം ഞാൻ തന്നെ നിർത്തി വരിക. ഇപ്പോൾ അനിയത്തിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ഒരു വലിയ കൂട്ടരാ. അവർ പറയണത് കല്യാണം ഗുരുവായൂർ വെച്ചിട്ടാന്നാ. നിശ്ചയം ഇവിടെ ഏതെങ്കിലും നല്ലൊരു ഹാൾ വെച്ച് നടത്താമെന്ന് പറയും. അതാണ് എൻ്റെ പ്രശ്നമല്ലേ? അത് നല്ല കാര്യല്ലേ? മുമ്പൊക്കെ നടത്തിക്കാളണം അല്ലേ ശിവേട്ടാ? അതല്ല ശിവേട്ടാ, ഇതിനു മുമ്പും അനിയത്തിക്ക് ആലോചന വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ തന്നെ മുടക്കി.
അതെന്താ ഷൈജു മുടക്കിയത്? അതിന്റെ പെങ്ങളല്ലേ? കഷ്ടപ്പാടുണ്ടോ ജോസേട്ടാ? അവര് പറഞ്ഞ നിശ്ചയം ഈ വരുന്ന 16-ാം തീയതി നല്ലൊരു ഹാളിൽ വെച്ച് ബുക്ക് ചെയ്യാൻ പോലും എന്റെ കയ്യിൽ ഒരു പൈസയില്ല. അതിനു വേണ്ടിയാ ഞാൻ ഈ രാവും പകലും ഉറക്കൊഴിഞ്ഞ് വണ്ടി ഓടിക്കുന്നത്. ഈ നിശ്ചയം എങ്ങാനും നടന്നില്ലെങ്കിൽ എന്റെ പെങ്ങള് എന്താണ് ഷൈജു, എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പ് പറയുന്നതല്ലേ? ഈ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാനിതൊന്നും ആരോട് പറഞ്ഞ് ശീലല്ല മജീദ്ക്ക, അതുകൊണ്ട്. ഷൈജു, എന്റെ പെങ്ങളെ കല്യാണം നടക്കൂ, നിശ്ചയം നടക്കൂ. ഇത് മജീദ് പറയുന്ന വാക്കല്ല, ഡ്രൈവർമാർ എന്റെ സഹപ്രവർത്തകർ പറയുന്ന വാക്കാണ്. സത്യമാണോ മജീദ്ക്ക? ദൈവത്തിനാണ് സത്യം, നടക്കൂ. സന്തോഷം കേട്ടോ. ഷൈജു, എനിക്ക് സന്തോഷായില്ലേ? സന്തോഷം കേട്ടോ. അതാ ഈ നിന്ന് വണ്ടി ഓട്ടണ്ട, സുഖമായിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കോ. ജോസേ, ഈ വീട്ടിൽ പോകാനായില്ലേ? നീ അവരുടെ കൂടെ പോയിക്കോ. ജോസേ, ഒന്ന് ഉറങ്ങിപ്പോവാൻ നോക്കണേ. അത് ഞാനേറ്റ് മജീദ്. അല്ല മജീദ്, അതിനൊക്കെ ഒരുപാട് പൈസ ആവൂലേ? എടാ റഹീമേ, നമ്മുടെ വാട്സാപ്പ് കൂട്ടായ്മയിൽ എത്ര ആളുണ്ട്? ഒരു 100-800 ആളുണ്ടാവും. ഒരാൾ 500 ഉൾപ്പെട്ടാ മതിടാ. ഓന്റെ പെങ്ങളെ കല്യാണം നടക്കൂ, നിശ്ചയവും നടക്കും. നടക്കൂലേ? നടക്കൂലേ രവേട്ടാ? പിന്നല്ലാണ്ട് നമ്മളിത് എത്ര നടത്തിയ? അതന്നെ ശിവേട്ടാ, നിങ്ങൾ എന്താ ഒന്നും ഉണ്ടാത്ത്? നടക്കൂലേ? നടക്കും, എല്ലാം നടക്കും. മജീദ്, ഒരു കാര്യം മാത്രമേ എനിക്ക് എന്നോട് പറയാനുള്ളൂ. വിമർശനങ്ങളും പരിഹാസങ്ങളും എല്ലാം നമുക്കെതിരെ മലപോലെ. പക്ഷെ അതിനൊക്കെ നീ തരണം ചെയ്യണം. കാരണം നിന്റെ റൂട്ട് ശരിയാണ്ടോ, ദൈവം എന്നും നിന്റെ കൂടെ ഉണ്ടാവും. ധൈര്യമായിട്ട് നീ യാത്ര തുടർന്നോ, ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഉണ്ടാവും. ഈ ഒരു വാക്ക് മതി ശിവേട്ടാ.